മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. യോഹന്നാൻ പാത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി താമസിക്കുന്ന കാലത്ത് ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായി ഒരു ദർശനമുണ്ട്. ഈശോയുടെ നിർദ്ദേശപ്രകാരം ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് ഓരോ ചെറുലേഖനം എഴുതി. ആ കൂട്ടത്തിൽ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ എഴുത്തിലെ ഒരു വാക്യമാണിത്. വളരെ സദ്ഗുണങ്ങൾ ഈ സഭയ്ക്കുണ്ടായിരുന്നെങ്കിലും ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയിരുന്നു. സോളമൻ രാജാവ് യൗവനകാലത്ത് ജ്ഞാനസമ്പാദനത്തിലും ദൈവഭക്തിയിലും ജീവിതം നയിച്ചു. കാലാന്തരത്തിൽ വിഷയാസക്തനായി ദൈവഭയമില്ലാത്തവനായി തീർന്നു. തൽഫലമായി അന്ത്യകാലം സമാധാനമില്ലാതെ ജീവിക്കാനിടയായി. രാജാവിന്റെ കാലശേഷം രാജ്യം ഛിന്നഭിന്നമായി. സ്കറിയ യൂദാസ്ലീഹായും ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ ആളാണ്. ആദ്യം ഗുരുവിനെ സ്നേഹിച്ചെങ്കിലും അവസാനം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ആ ജീവിതം ആത്മഹത്യയിൽ കലാശിച്ചു. ദൈവദൂതന്മാരാണ് പിശാചുക്കളായി തീർന്നതെന്നൊരു വിശ്വാസം. ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ ദൈവദൂതന്മാർ പിശാചുക്കളായെങ്കിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്റെ നില വളരെ ഭയങ്കരമായി. നമ്മുടെ ജീവിതത്തിൽ നാളുകൾ കഴിയും തോറും പരീക്ഷകളിന്മേൽ വിജയമാണോ പരാജയമാണോ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ബാല്യകാലത്തുണ്ടായിരുന്ന ജീവിത നൈർമല്യവും ദൈവാശ്രയവും ജീവിതനിഷ്ഠയും ഇന്നുണ്ടോ? യൗവനം ആരംഭത്തിൽ ചില തെറ്റുകളെപ്പറ്റി അനുദപിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സജീവമാണ്. ക്രിസ്തീയ ജീവിതം വളരുന്ന ജീവിതമാണ്. ആദ്യകാല താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ തീരുമാനത്തോടുകൂടി ജീവിതം പുനരാരംഭിക്കുവാൻ ഇനിയും വൈകരുത്. മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായി എപ്പോഴും എന്നേക്കും. ആമേൻ.